ഹായ് ഓൾ, വെൽക്കം ബാക്ക്. റോഷാക്ക്, നൻപകൽ നേരത്തെ മയക്കം, കാതൽ, കണ്ണൂർ സ്ക്വാഡിന് ശേഷം മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന മൂവിയാണ് ടർബോ. ഒരുപടി മാസ് മസാല മൂവീസ് ഡയറക്റ്റ് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ ആക്കിയിട്ടുള്ള വൈശാഖാണ് ഈ മൂവിയുടെ ഡയറക്ടർ. അതുപോലെ തന്നെ ഒരുപാട് ഹിറ്റ് ഫിലിംസിൻ്റെ പാർട്ടായിട്ടുള്ള റൈറ്ററായിട്ടും ഡയറക്ടറായിട്ടും ഒരുപാട് ഹിറ്റ് ഫിലിംസിൻ്റെ പാർട്ടായിട്ടുള്ള മിഥുൻ മാനുവൽ തോമസ് ആണ് ഈ മൂവിയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള മൂവീസ് അല്ല, ഞാൻ ആദ്യം പറഞ്ഞ 4 മൂവീസും കോണ്ടന്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള മൂവീസായിരുന്നു. മാത്രമല്ല ഒരു എക്സ്പെരിമെൻ്റൽ കൈൻഡ് ഓഫ് മൂവീസായിരുന്നു. അത് നൻപകൽ നേരത്തെ മയക്കമാണെങ്കിലും റോഷാക്ക് ആണെങ്കിലും കാതലാണെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് വ്യത്യസ്തം എന്ന് പറയാൻ പറ്റുന്നത് കണ്ണൂർ സ്ക്വാഡാണ്. ഈവൻ കണ്ണൂർ സ്ക്വാഡിൽ പോലും കുറച്ചുകൂടെ കോണ്ടന്റിന് നല്ല ഇമ്പോർട്ടൻസ് ഉള്ളൊരു മൂവിയായിരുന്നു. അവിടെ നിന്നാണ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ കാലത്ത് നമ്മൾ കാലഹരണപ്പെട്ടു എന്ന് കരുതുന്ന ആ ഒരു മാസ് കൊമേഴ്ഷ്യൽ മസാല മൂവി ആ ഒരു ജോൺട്രയിലേക്ക് ഒരു സിനിമയായിട്ട് വരുന്നത്. ടർബോയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുൾ ഓൺ ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. ഓഫ് കോഴ്സ് ഇതിൽ ഡ്രാമയുടെ കുറച്ച് എലമെൻറ്റ്സ് വരുന്നുണ്ടെങ്കിലും ഇതിൽ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ആക്ഷന് തന്നെയാണ്. ടർബോയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളുകൾക്ക് ശേഷം മമ്മൂക്കയെ ഒരു നിഷ്കളങ്കനായ ഒരു മാസ് ഹീറോ ആയിട്ട് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ക്രിസ്റ്റഫർ പോലുള്ള സിനിമകളൊക്കെ ഇതിനിടയ്ക്ക് വന്നെങ്കിലും വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു പോലീസുകാരൻ്റെ വേഷത്തിലോ അങ്ങനെ ഒരു മാസ് ഹീറോ ആയിട്ടാണ് മമ്മൂക്കയെ കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് രാജമാണിക്യം പോലെ അല്ലെങ്കിൽ തുറുപ്പുകുലാൻ പോലെ നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ കൊണ്ടൊരു മാസ് ഹീറോ ആയിട്ട് മാറുന്ന ആ ഒരു രൂപത്തിലേക്ക് മമ്മൂക്കയെ കാണാൻ പറ്റിയതാണ് ടർബോയിലെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് ഞാൻ കണക്കാക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ടർബോയുടെ നെടുന്തൂണെന്ന് പറയുന്ന മമ്മൂക്കയുടെ ടർബോ ജോസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ മമ്മൂക്കയുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മമ്മൂക്കയുടെ ഡബ്ബിംഗ് ആണ്. അതിപ്പോൾ ഏതൊരു നാടായിരുന്നാലും ഏതൊരു ഭാഷയായിരുന്നാലും ആ ഒരു ഡയലക്റ്റിൽ വളരെ ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നതും അത് ഈസി ആയിട്ട് ഡബ് ചെയ്യാൻ പറ്റുന്നതും ഒരു വലിയ കഴിവ് തന്നെയാണ്. ടർബോയിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ ഇടുക്കി കോട്ടയം ഭാഗത്തുള്ള ഒരു അച്ചായൻ്റെ ക്യാരക്ടറാണ്. സോ ആ ഒരു ഭാഷ മമ്മൂക്ക വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്യാരക്ടറുമായിട്ട് ഓഡിയൻസ് അങ്ങോട്ട് സിങ്ക് ആവും. സോ അവിടെ നിന്ന് പിന്നെ ഓഡിയൻസിനെ കൂടെ ക്യാരി ചെയ്യുക എന്നുള്ളത് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ സിനിമയിലും അത് വളരെ ഈസി ആയിട്ട് തന്നെ മമ്മൂക്ക ചെയ്തിട്ടുണ്ട്. ഒരു മാസ് കൊമേഴ്ഷ്യൽ ആക്ഷൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മളതിലെ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസസിനെ ഒന്നും നമ്മളങ്ങനെ കാര്യമായി വിലയിരുത്തേണ്ട ഒരു കാര്യമില്ല. കാരണം പെർഫോമൻസസിനെക്കാളും ആ ഒരു സിനിമയുടെ ഒരു ഗ്രാൻഡ്, അതിൻ്റെ ഒരു ആക്ഷൻ സീക്വൻസുകൾ അല്ലെങ്കിൽ അതിലുള്ള ചേസ് സീക്വൻസുകൾ, അതിൻ്റെ ആ ഒരു സിനിമയുടെ ആകെ മൊത്തത്തിലുള്ളൊരു വലുപ്പമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. സോ ആ ഒരു രീതിയിൽ വളരെ ഗ്രാൻഡായിട്ട് തന്നെ ടർബോ എന്ന് പറയുന്ന സിനിമയെ പ്രേക്ഷകരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മേക്കേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ ആക്ഷൻ സീക്വൻസുകൾ, ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസുകളൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഭൂരിഭാഗം ടൈം ഇതിൻ്റെ ആക്ഷൻ സീക്വൻസുകൾ ഷൂട്ട് ചെയ്യാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് നമുക്ക് ആ ഒരു സ്ക്രീനിൽ കാണാനും പറ്റും. മമ്മൂക്കയാണ് ഈ സിനിമയുടെ 95% ആക്ഷൻ സീക്വൻസുകളിൽ ലീഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 72ാമത്തെ വയസ്സിലും ഇത്രത്തോളം എനർജിയോടെ ഇത്രത്തോളം ഡെഡിക്കേഷനോടെ ആക്ഷൻ സീക്വൻസുകൾ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഓഫ് കോഴ്സ് ബോഡി ഡബിൾസും ഡ്യൂപ്സും ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ടാവുമെങ്കിലും ഇങ്ങനത്തെ ആക്ഷൻ സീക്വൻസുകൾ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ പോലും കാണുന്നവരെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ കൺവിൻസിങ് ആയിട്ട് വളരെ എഫക്റ്റീവായിട്ട് ആ ആക്ഷൻ സീക്വൻസുകളെല്ലാം പെർഫോം ചെയ്യാനായിട്ട് മമ്മൂക്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പറയാനാണെങ്കിൽ മമ്മൂക്കയുടെ പെർഫോമൻസ് നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. കാരണം 2.25 മണിക്കൂറുള്ള ഈ സിനിമയിൽ മാക്സിമം സ്ക്രീൻ ടൈം മമ്മൂക്കയ്ക്കാണുള്ളത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 2 hours എങ്കിലും സ്ക്രീൻ ടൈം മമ്മൂക്കയ്ക്കാണുള്ളത്. സോ ഇത്രയും ലെങ്തി ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ തൻ്റെ ആ ഒരു ക്യാരക്ടർ കൊണ്ട് മടുപ്പിക്കാതിരിക്കുക, അതിനൊപ്പം സിനിമയെ ഷോൾഡർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. സോ 100% മമ്മൂക്ക ആ ഒരു കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. മമ്മൂക്ക കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന അഞ്ജന ജയപ്രകാശാണ്. അഞ്ജന ജയപ്രകാശ് ഇതിൽ ശബരീഷ് വർമ്മയുടെ ക്യാരക്ടറിൻ്റെ ലവ് അഫെയർ ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അഞ്ജന ജയപ്രകാശ് ആക്ച്വലി പാച്ചുവും അത്ഭുത വിളക്കും എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് നല്ലൊരു കാസ്റ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ അഞ്ജന ജയപ്രകാശ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ബട്ട് ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക് ക്യാരക്ടർ അത്യാവശ്യം നല്ലതായിരുന്നു, അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, പെർഫോം ചെയ്യാനൊക്കെ ഉള്ള ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. ബട്ട് ഇമോഷണൽ ആയിട്ടുള്ള സീൻസൊക്കെ വരുമ്പോഴത്തേക്ക് എന്തോ അഞ്ജന ജയപ്രകാശ് അത് അത്രത്തോളം നല്ല രീതിയിലാണ് പെർഫോം ചെയ്തതെന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്തില്ല. എവിടെയൊക്കെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഡിസ്കണക്റ്റ് ഫീൽ ചെയ്യും പലപ്പോഴും. ശബരീഷ് വർമ്മയുടെ ക്യാരക്ടർ ഒരു ചെറിയ ക്യാരക്ടറായിരുന്നെങ്കിലും നല്ലൊരു ക്യാരക്ടറായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശബരീഷ് വർമ്മ അത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നിരഞ്ജന അനൂപിൻ്റെ ക്യാരക്ടർ. ദിലീഷ് പോത്തൻ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല തെലുങ്ക് സിനിമയിൽ സുനിൽ, നമ്മളെ ബ്ലാസ്റ്റ് മോഹൻ സുനിൽ ഇതിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്.
കോമഡിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ക്യാരക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണ് ബിന്ദു പണിക്കൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. മമ്മൂക്കയുടെ അമ്മയുടെ ക്യാരക്ടറാണ് ഇതിൽ ബിന്ദു പണിക്കർ ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ഫസ്റ്റ് ഫിലിമായിട്ടുള്ള റോഷാക്കി പോലും ഒരു നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റോൾ ബിന്ദു പണിക്കർക്കുണ്ടായിരുന്നു. ഇതിലും അത്യാവശ്യം നല്ലൊരു റോളാണ്. ഒരുപാട് സ്ക്രീൻ ടൈം ഒന്നുമില്ല, ബട്ട് ഉള്ള ടൈമിലൊക്കെ നന്നായിട്ട് തന്നെ നമ്മളെ ചിരിപ്പിക്കാനും രസിപ്പിക്കാനും ഒക്കെ ബിന്ദു പണിക്കറിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവർക്കെല്ലാം അപ്പുറം ടർബോയിൽ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ സിനിമയിലെ മെയിൻ വില്ലൻ്റെ ക്യാരക്ടറാണ്. വെട്രിവേൽ ഷൺമുഖ സുന്ദരം എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന രാജ്ബി ഷെട്ടിയാണ്. ആക്ച്വലി ഈ സിനിമയിൽ മമ്മൂക്കയെ ആദ്യം കാണിക്കുന്നതിനെക്കാട്ടിയും ഇമ്പോർട്ടൻസോടെ അതിൽ നിന്നും വളരെ ഹൈപ്പുള്ള ഒരു ഇൻട്രോയിലാണ് ഇതിൽ രാജ്ബി ഷെട്ടിയെ കാണിച്ചിരിക്കുന്നത്. ആ ഒരു ഇൻട്രോ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും രാജ്ബി ഷെട്ടിക്ക് നമ്മുടെ നാട്ടിൽ എന്തുമാത്രം ഫാൻസ് ഉണ്ടെന്നുള്ളത്. അത്രമാത്രം ഒരു ആരവമായിരുന്നു ആ ഒരു ടൈമിൽ, ആ ഒരു ഇൻട്രോ ടൈമിൽ, വില്ലൻ്റെ ഇൻട്രോ ടൈമിൽ തിയേറ്ററിൽ. ഈ പറഞ്ഞ പോലെ രാജ്ബി ഷെട്ടിയുടെ ആ ഒരു ഇൻട്രോയും ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റും അതിൻ്റെ ഒരു ഹൈപ്പും ഒക്കെ ഭയങ്കര ലാർജർ ദാൻ ലൈഫായിട്ടാണ് ആ സിനിമയിൽ കാണിച്ച് തുടങ്ങുന്നത്. ബട്ട് സിനിമ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് എവിടെ വെച്ചോ ആ ഒരു വില്ലൻ്റെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ആ തോന്നുന്ന ആ ഒരു ഭീകരത നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ബട്ട് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്തുകൊണ്ടോ രാജ്ബി ഷെട്ടിയുടെ ആ ഒരു വില്ലൻ ക്യാരക്ടർ അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്തത് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. മേ ബി ബാക്കിയുള്ളവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ഉണ്ടാവും. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിനിമയുടെ അവസാനം വരുമ്പോഴത്തേക്ക് ആ ഒരു വില്ലൻ്റെ ആ ഒരു ക്യാരക്ടർ ഗ്രാഫ് താഴേക്ക് പോയതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൈറ്റ് സീൻസൊക്കെ ബ്രില്യൻ്റ് ആയിരുന്നു. 4-5 ഫൈറ്റ് സീൻസ് ഉണ്ട് ഈ സിനിമയിൽ. ഇതിൽ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകളൊക്കെ വരുന്നത് ഇതിൻ്റെ ക്ലൈമാക്സിനോടനുബന്ധിച്ചാണ്. ഒരു സെക്കൻഡ് ഹാഫിൽ ഓൾമോസ്റ്റ് ആക്ഷൻ സീക്വൻസുകളും അല്ലെങ്കിൽ ചെയ്സ് സീക്വൻസുകളൊക്കെ കൊണ്ട് മാത്രം നിറഞ്ഞതാണെന്ന് നമുക്ക് പറയാം. അത്രത്തോളം ആക്ഷൻ സീക്വൻസുകളാണ് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത്രത്തോളം അഡ്രിനാലിൻ പമ്പിങ് സീൻസ് കൊണ്ടും സീൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ 2.25 മണിക്കൂറുണ്ടെങ്കിൽ നമുക്ക് അത്ര ലെങ്തി ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിന് അവസാനത്തോടൊക്കെ അടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി ഒരു ചെറുതായിട്ട് നമുക്കൊരു ലാഗി ആയിട്ടൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും എവിടെയൊക്കെ മമ്മൂക്കയുടെ ക്യാരക്ടർ വരുമോ അവിടെയൊക്കെ സിനിമ അപ്പാവുന്നുണ്ട്. സോ ടർബോയുടെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിരിക്കുന്ന ക്രിസ്റ്റോ സേവിയറാണ്. ക്രിസ്റ്റോ സേവിയർ ആയിരുന്നു ബ്രഹ്മയുഗത്തിൻ്റെയും മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിട്ടുള്ളത്. ഒരു ത്രില്ലർ മൂവി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കാര്യമായ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ സ്കോറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഭയങ്കര ലൗഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എസ്പെഷ്യലി ആക്ഷൻ സീക്വൻസുകളുടെ സമയത്ത് മ്യൂസിക്കും കുത്തുപാട്ട് ടൈപ്പ് ഓഫ് സോങ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു ആക്ഷൻ സീൻസിനെയൊക്കെ എലിവേറ്റ് ചെയ്യാനായിട്ട് ക്രിസ്റ്റോ സേവിയറിന് കഴിഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഒരു പാട്ട് ഈ സിനിമയിലുണ്ട്. അത് കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് ഒന്നും ആ ഒരു പാട്ടിന് എനിക്ക് തോന്നിയില്ല. ഒരു ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എനിക്ക് ആ പാട്ട് ഫീൽ ചെയ്തില്ല. ബട്ട് അതർവൈസ് സ്കോറിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലയിടത്ത് ഇച്ചിരി ലൗഡായി പോയിട്ടുണ്ട്. ബട്ട് അതർവൈസ് ഒരു ആക്ഷൻ സിനിമയ്ക്ക് വേണ്ട എല്ലാ എലമെൻസും ചേർത്ത് തന്നെയാണ് ക്രിസ്റ്റോ സേവിയർ ഇതിനെ സ്കോർ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ഈ സിനിമയുടെ പിന്നിൽ പോയിട്ടുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്ലോട്ടാണ് ഈ സിനിമയിൽ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ യൂഷ്വലി കൊമേഴ്ഷ്യൽ സിനിമകളിലൊക്കെ കാണുമ്പോഴത്തെ ഒരു പ്ലോട്ട് തന്നെയാണ് ഈ സിനിമയിലും വന്നിട്ടുള്ളത്. ഇതിൽ മമ്മൂക്ക ആക്ച്വലി ഒരു ഇടുക്കിക്കാരനായിട്ടുള്ളൊരു അച്ചായനാണ്. അവിടുത്തെ പള്ളിപ്പെരുന്നാളും അവിടുത്തെ ചെറിയ തല്ലും പിടിയായിട്ടൊക്കെ നടന്നിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെന്നൈ സിറ്റിയിലേക്ക് വരേണ്ടി വരുന്നു. പിന്നെ അവിടുത്തെ അണ്ടർവേൾഡ് ഡോൺസുമായിട്ടും അവിടുത്തെ കിങ് പിൻസുമായിട്ടൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും പിന്നെ അതിനെ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെയാണ് ഈ സിനിമയിൽ കാണിച്ചു പോയിട്ടുള്ളത്. മിഥുൻ മാനുവൽ തോമസ് ഈ ത്രില്ലേഴ്സൊക്കെ എഴുതാൻ നല്ല കഴിവുള്ള ഒരാളാണ്. ബട്ട് ഈ സിനിമയിൽ അത്രത്തോളം ട്വിസ്റ്റോ പ്ലോട്ട് ടേൺസോ ഒന്നും ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. കാരണം ഇതൊരു കൊമേഴ്ഷ്യലി എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് നിലനിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് മൈൻഡ് ബെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ക്ലൈമാക്സിൻ്റെ ആ ഭാഗത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന തന്നെ 1-2 ട്വിസ്റ്റുകളൊക്കെ വന്നെന്നുള്ളതല്ലാതെ അങ്ങനെ കാര്യമായിട്ട് പ്ലോട്ടിൽ അങ്ങനെ ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള എലമെൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ മമ്മൂക്ക ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാളായിട്ട് അവർ മമ്മൂക്ക ഇതേപോലെ ഒരു മാസ് റോളിൽ കാണാൻ കാത്തിരുന്നവരായിരിക്കും. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആബ്സല്യൂട്ട് ട്രീറ്റ് ആയിരിക്കും ടർബോ. ഈ സിനിമയുടെ പ്രൊമോഷൻസിൻ്റെ ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലാണെങ്കിലും ഒക്കെ ഈ സിനിമയുടെ ക്രൂ നമ്മളിൽ നിന്നൊക്കെ കാര്യമായ ഒരു സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ക്ലൈമാക്സിൽ ആ ഒരു ഫൈറ്റ് സീനിന് ശേഷം ആ ഒരു സസ്പെൻസ് റിവീൽ ചെയ്യുന്നുണ്ട്. അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ നിങ്ങൾ ഓൾറെഡി ഈ സിനിമ കണ്ടവരാണെങ്കിൽ ആ ഒരു പോസ്റ്റ് ക്ലൈമാക്സ് സീൻ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്നുള്ളത് കോമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതേപോലുള്ള റിവ്യൂ വീഡിയോസ് ഈ ചാനലിൽ വരുന്നുണ്ടാവും. സോ പ്ലീസ് സപ്പോർട്ട് ബൈ സബ്സ്ക്രൈബിംഗ് ടു ദ ചാനൽ.